മികവുറ്റ സെലക്ഷനുകൾ, അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ. സൻഹ ഫാഷൻ, തിരൂർ. നമസ്കാരം, വെട്ടർ ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം. കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ. മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള പുരസ്കാരങ്ങൾ നേടി തിരൂർ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക്. ബാങ്കിംഗ് ഫ്രണ്ടിയർ മാഗസിനും നാഫ്കബും ചേർന്ന് ഏർപ്പെടുത്തിയ ബെസ്റ്റ് പ്രൊഡക്റ്റ് ഇന്നൊവേഷൻ അവാർഡും ബെസ്റ്റ് കളക്ഷൻ ട്രാൻസ്ഫോർമേഷൻ അവാർഡും ബാങ്കിന് ലഭിച്ചു. കഴിഞ്ഞ വർഷം CEO ഫോറം ഏർപ്പെടുത്തിയ മികച്ച അർബൻ ബാങ്കിനുള്ള പുരസ്കാരവും തിരൂർ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിനായിരുന്നു. ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യം പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല. 673.26 കോടി രൂപയുടെ നിക്ഷേപമാണ് ബാങ്കിനുള്ളത്. 441.96 കോടി രൂപ വായ്പയായും നൽകിയിട്ടുണ്ട്. നെറ്റ് NPA 4.25%. CD റേഷ്യോ 65.64%, CRAR 12.04%. ബാങ്കിന്റെ കരുതൽ ധനവും മറ്റു ഫണ്ടുകളും 85.44 കോടിയാണ്. കഴിഞ്ഞ മാർച്ച് 31 വരെ ബാങ്കിന്റെ പ്രവർത്തന ലാഭം 8.28 കോടി രൂപയാണ്. 3 വർഷത്തിനുള്ളിൽ 200 കോടി രൂപയുടെ ബിസിനസ് വർധനവാണ് ബാങ്കിനുണ്ടായത്. കഴിഞ്ഞ വർഷം കേപുരത്തും ബ്രാഞ്ച് തുടങ്ങി. അത്യാധുനിക ATMകളുമുണ്ട്. ഗൂഗിൾ പേ ഉൾപ്പെടെയുള്ള UPI സേവനങ്ങളും പ്രവർത്തനക്ഷമമാക്കും. തിരൂർ മെയിൻ ബ്രാഞ്ച് ഇടപാടുകാരുടെ സൗകര്യാർത്ഥം രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെയും, ഈവനിംഗ് ബ്രാഞ്ച് 2 മണി മുതൽ വൈകിട്ട് 7:30 വരെയും, വൈലത്തൂർ ഈവനിംഗ് ബ്രാഞ്ച് രാവിലെ 11:30 മുതൽ വൈകിട്ട് 6:30 വരെയും പ്രവർത്തിക്കും. BP അങ്ങാടി, തലക്കടത്തൂർ ബ്രാഞ്ചുകൾ വിപുലമായ സൗകര്യത്തോടെ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആവശ്യമായ സംവിധാനങ്ങൾ എല്ലാ ബ്രാഞ്ചിലും നിലവിൽ വന്നിട്ടുണ്ട്. അതും നല്ല രീതിയിൽ കൊണ്ടുപോകണം. പിന്നെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് രംഗത്തൊരു പുതിയ പദ്ധതി തുടങ്ങണമെന്നാണ് നമ്മൾ ആലോചിച്ചുള്ളത്. ബോർഡ് അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബാങ്കിൻ്റെ അത് RBIയുടെ കൂടി ഒരു അനുമതിയോട് കൂടിയിട്ട് നമ്മുടെ A ക്ലാസ് മെമ്പർമാർക്ക് ഒരു 110 വർഷം പൂർത്തിയാക്കിയ ഒരു ബാങ്ക് എന്ന നിലയിൽ ആദ്യത്തെ ഒരു വർഷം നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാനാണ് ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഒരു വർഷക്കാലത്തേക്കുള്ള ഒരു പാലിയേറ്റീവ് പ്രവർത്തനം, ഗുരുതരമായ രോഗം ബാധിച്ചവർക്കുള്ള നമ്മുടെ കോമൺ ഗുഡ് ഫണ്ടും അതേപോലെ തന്നെ മെമ്പേഴ്സ് വെൽഫെയർ ഫണ്ടും ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. അതിൻ്റെ ഒരു പ്രാഥമികമായ ചർച്ച ഇപ്പോൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനാവശ്യമായ സംവിധാനം ഒരുക്കണം എന്ന് തന്നെയാണ് ഞങ്ങളിപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. മറ്റേ മെയിൻ ബ്രാഞ്ചിൻ്റെ സമയം മാറ്റം നമ്മൾ നടപ്പാക്കിയിട്ടുണ്ട്. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം രാത്രി 8 മണി വരെയാണ്. ഒരു പുതിയ ബ്രാഞ്ച് FSWMൽ വന്നുകൊണ്ട് നമുക്കൊരു പുതിയ ബ്രാഞ്ച് കിട്ടി. അതിപ്പോൾ കുണ്ടുങ്ങൽ ബ്രാഞ്ച് ആരംഭിച്ചിട്ടുണ്ട്. മറ്റ് 4 ബ്രാഞ്ചുകൾക്ക് കൂടി നമ്മൾ അനുമതി തേടിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ധാരാളം ഗൾഫ് മണി വരുന്നുണ്ട്. പണമില്ലാത്ത കുഴപ്പമില്ല, പക്ഷേ ആളുകൾക്ക് ഈ പണം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള അറിവില്ലായ്മ മൂലം ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ധാരാളം പണം സമ്പാദിച്ച പല ആളുകളും അത് ഇൻവെസ്റ്റ് ചെയ്യാൻ അറിയാത്തതിൻ്റെ ഒരു കുറവ് മൂലം ജീവിതത്തിൻ്റെ പല ലേറ്റർ സ്റ്റേജിൽ ഘട്ടങ്ങളിൽ കഷ്ടപ്പെടുന്നത് നമ്മളെ കൺമുന്നിൽ തന്നെ കാണാം. അപ്പോൾ ബാങ്ക് വിചാരിക്കുന്നത് ബാങ്കിൻ്റെ ഒരു സാമൂഹ്യമായ ബാധ്യതയാണ് ആളുകളെ ഈ സാമ്പത്തിക സാക്ഷരത്വം പഠിപ്പിക്കുക എന്നുള്ളത് കൂടി. അപ്പോൾ അതിന് ഞങ്ങൾ ചില പ്ലാനുകളുണ്ട്. ഞങ്ങളുടെ ഓരോ ബ്രാഞ്ചിനെയും കേന്ദ്രീകരിച്ചിട്ട് ഇടപാടുകാരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് അതിൽ ഓരോ സമയത്തും ക്ലാസ്സുകളോ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് അത് ഒരു കാര്യം. രണ്ടാമത്തൊരു കാര്യം, ഞങ്ങളുടെ എല്ലാ ഇടപാടുകാർക്കും ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തുക എന്നുള്ളതാണ്. അതൊരു ചെറിയ കാര്യമല്ല, ധാരാളം സാമ്പത്തിക ബുദ്ധിമുട്ട് വേണ്ടി വരുന്നൊരു സംഗതിയാണ്. അപ്പോൾ അത് ബാങ്കിൻ്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് തന്നെ ഞങ്ങളുടെ എല്ലാ ഇടപാടുകാർക്കും ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്താൻ വേണ്ടി ഞങ്ങളിപ്പോൾ LIC ആയിട്ട് മറ്റുള്ള ഇൻഷുറൻസ് കമ്പനിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവിധ ആനുകൂല്യങ്ങളും സഹായങ്ങളും ഇടപാടുകാർക്കും മറ്റു യാതന അനുഭവിക്കുന്നവർക്കും ലഭ്യമാക്കുന്നതിൽ ബാങ്ക് ഏറെ മുന്നിലാണ്. കഴിഞ്ഞ വർഷം 115.24 ലക്ഷം രൂപ പലിശ ഇളവായും 13.76 ലക്ഷം രൂപ ചികിത്സാ സഹായമായും 1 ലക്ഷം രൂപ കുട്ടിശങ്കരൻ നായർ എൻവോൺമെന്റ് അവാർഡായും 3.21 ലക്ഷം രൂപ അംഗങ്ങൾക്കുള്ള ചികിത്സാ സഹായമായും 40 ലക്ഷം രൂപ റിസ്ക് ഫണ്ട് ആനുകൂല്യമായും ബാങ്ക് അനുവദിച്ചു. സ്വന്തമായി IFSC കോഡ് ഉടൻ ലഭ്യമാകും. 1000 കോടി രൂപ നിക്ഷേപത്തിലെത്തിക്കാനാണ് ശ്രമമെന്നും ലാഭം മാത്രമല്ല പൊതുജന സേവനം കൂടിയാണ് ലക്ഷ്യമിടുന്നതെന്നും ബാങ്ക് ചെയർമാൻ E. ജയൻ, വൈസ് ചെയർമാൻ ദിനേശ് പൂക്കയിൽ, ഡയറക്ടർ പിമ്പുറത്ത് ശ്രീനിവാസൻ, CEO KP സുരേഷ് എന്നിവർ പങ്കെടുത്തു. വെട്ട ന്യൂസ്, തിരൂർ.